അതെ ഞാൻ പറയുക ഇനിയുള്ള കാലമെങ്കിലും മക്കൾ നമ്മുടെ കൂടെ കഴിയണ്ടല്ലേ? മരുന്ന് കഴിച്ച് മടുത്തിരിക്കണമെന്നൊക്കെ സാരില്ലേട്ടാ, ഒരു ടാബ്ലറ്റിലുള്ളൂ. കുറച്ചു ദിവസം കഴിച്ചാൽ മതി ഡോക്ടറിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കതല്ല, ആ ഡോക്ടറെ കാണാനുണ്ട്. എനിക്കൊരു ഇരിക്കപ്പുറത്തേക്ക് കിട്ടും. ആ കുട്ടിയെ പറഞ്ഞാൽ കേട്ടിരുന്നില്ല. ഞാൻ തന്നെ പോയാൽ മതി. നിങ്ങൾ ഞാൻ ടെൻഷനടിക്കാനില്ലേ? കുട്ടി കൂട്ടി വന്നോളൂ. അല്ല, ഒരു സന്തോഷ വാർത്തയുണ്ട്. അനിയനെ ചേട്ടനോട് പറഞ്ഞില്ലേ? അയ്യ, അതൊന്നുമല്ല. അനിയന് സാദീപിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മലയാളം ഭാഷയുടെ ജോലി ശരിയായിട്ടുണ്ട്. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു മലയാളം ഭാഷയാക്കണം. അത് സാധിച്ചല്ലോ. ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണെങ്കിലും അവിടുത്തെ കുട്ടികളെ നീ പഠിപ്പിക്കണം. മലയാളം നല്ല സുന്ദരം മലയാളം. ആ എന്നെ കൊണ്ട് പറ്റും. എന്താ പറ്റാതെ? എന്നെ പണ്ടുവരാണ് മലയാളം പഠിപ്പിച്ച ആളല്ലേ? അല്ല, അപ്പൊ നിന്റെ ഫൈനാൻസ് ഇടപാട് പറ്റും. നെല്ലിക്കൽ അറിയുന്ന പേര് ചേട്ടനും ചേരാത്ത പണിയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നിർത്തി. നമ്മൾ ഒരുവന് പലിശയ്ക്ക് പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ വലിയൊരു കടക്കണിയിൽ കൊടുക്കുന്നു എന്നാണ്. എല്ലാ വഴികളും അടയുമ്പോഴാണ് ഒരുവൻ ഒരു ബ്ലേഡ് കാണാൻ സമീപിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്ത ലോണുകളിൽ പലതും എനിക്ക് തിരിച്ചു കിട്ടാത്തതിന്റെ കാരണം ബോധ്യമായി. അവരുടെ കയ്യിലൊന്നും തിരിച്ചു തരാനും ഇല്ലാത്തതുകൊണ്ടാണ്. ഏട്ടൻ ലോൺ എടുത്തു കൊടുത്തവരും അത്തരത്തിലുള്ള ഇല്ലായ്മക്കാരായിരുന്നു. ഏതായാലും പണം വരച്ചു വെച്ച ഏഴാമതങ്ങളായിട്ട് നീ നിലയിലെത്തിച്ചെന്ന് പറഞ്ഞു. അനിയനോട് ബ്ലേഡ് പരിപാടി പറഞ്ഞ അല്ലേ? അല്ല, നമ്മുടെ വല്യമ്മ. എന്തിനാ വേണ്ടാത്ത പഠിക്കുന്നില്ല? അസുഖ വിവരം എല്ലാവരോടും തുറന്നു പറഞ്ഞപ്പോ മനസ്സിന് അല്പം ആശ്വാസം തോന്നുന്നുണ്ടാവില്ലേ? നന്നായി. ആ ഞാൻ ഒടുവിൽ എഴുതുന്ന ബ്ലഡ് ഗ്രൂപ്പിംഗ് എക്സാമിനേഷന്റെ പെരുമാറിന്റെ വൃത്തത്തോടെ ഈശ്വര കുഴപ്പമൊന്നുമില്ലാണ്ടിരുന്ന മതിയായിരുന്നു. ഒന്നും ഉണ്ടാവില്ല. എന്താണ് സാർ റിസൾട്ട്? ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു തന്നെയാണ് ഇപ്പോഴും എന്റെ വിശ്വാസം. ബട്ട് മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളുടെ ആരോഗ്യനില വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണല്ലേ? എന്റെ കുട്ടിയോട് നിങ്ങൾ കാശ് പറ്റിച്ച് തിന്ന നായേ, എന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കല്ലേ? തന്റെ ഒരു യോഗയും ഒരു ഹോമിയോപ്പതിയും തന്റെ ഒരു യോഗയും കുണ്ടന്നൂർ പോലീസ് സ്റ്റേഷന്റെ യോഗത്തിന് മാറ്റം തന്നെ വിളിച്ചു കുടുങ്ങി അറിയിക്കണം. കൊണ്ടുപോലെ നിങ്ങൾ എന്തൊക്കെ പറയാൻ പ്രവർത്തിക്കാൻ ചെയ്യുന്നത്? അടി 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 ഇപ്പോൾ കിട്ടിയ അടി എന്തിനാണെന്ന് ഡോക്ടർ അങ്കിൾ പറഞ്ഞു. ഞാൻ ഡോക്ടർ രാമു. എന്ത് അസുഖമാണ് ഡോക്ടർ നിങ്ങൾ വിനയ നമ്പ്യാരെ കണ്ടെത്തിയത്? അത് മിസ്റ്റർ രാമനാഥൻ, നിങ്ങളുടെ അലോപ്പതിയുടെ രീതിയും ഞങ്ങളുടെ രീതികളും വളരെ വ്യത്യാസമാണ്. അത് മനസ്സിലാക്കാതെ അലോപ്പതിയാണോ ഹോമിയോപ്പതിയാണോ എന്നുള്ളതല്ലോ നമ്മുടെ പ്രശ്നം. ഉദ്ദേശം എന്തായാലും രോഗശാന്തി മതി. എന്നിട്ടും ഒരു ചെറിയ തലവേദനയും തലചുറ്റലുമായി നിങ്ങളുടെ ക്ലിനിക്കിലെത്തിയ വിനയ നമ്പ്യാർക്ക് എന്തെല്ലാം ടെസ്റ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്നിങ്ങനെ 10,000 ചെലവരുമാണ്. അത് പിന്നെ ഒരു ഡോക്ടർക്ക് സംശയം തോന്നിയാൽ രോഗകാരണം അറിയാൻ വേണ്ടി ചിലപ്പോ ചില ടെസ്റ്റുകളൊക്കെ നടത്തിയെന്ന് വരും. എന്നിട്ട് നിങ്ങൾ നടത്തിയ ടെസ്റ്റുകളിലെല്ലാം തന്നെ വിനയ നമ്പർക്ക് യാതൊരു അസുഖമില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ കമ്മീഷൻ കൈപ്പറ്റുന്ന ലാഭങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ടെസ്റ്റുകളൊക്കെ മഹാരോഗമുണ്ടെന്ന് പറഞ്ഞു തുച്ഛ വിലയുള്ള മരുന്നുകൾ നിങ്ങൾ അമിത വില വാങ്ങി ഈ പാവത്തിന് കടക്കടയും രോഗഭീതിയും നൽകിയ ഒരു ഹൈപ്പർ ടെൻഷൻ
കുറച്ചു കാലത്ത് മരുന്ന് കൊണ്ടും പിന്നീട് ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടും മാറ്റിയെടുക്കാവുന്ന ഒരു സർവ്വസാധാരണമാണ്. അതിന്റെ പേരിൽ പൂർണ്ണ ആരോഗ്യവാനായ ഈ പാവം മനുഷ്യനെ ഇത് എന്റെ രീതിയാണ്. അത് ചോദ്യം ചെയ്യാൻ തന്റെ രീതി തന്റെ രീതിക്ക് പകരമല്ല ഞങ്ങളുടെ രീതി ക്യാമറ ഇപ്പൊ നമ്മളുടെ കിട്ടിയത് ബാക്കിയുള്ള വേണം എനിക്ക്. അനിയ ഡോക്ടർ, നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ലക്ഷ്യമുണ്ട്. കാരണം ഒരു സാധാരണക്കാരന്റെ അത്യുതയും മുതലെടുത്തുകൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി മെഡിക്കൽ സയൻസിനെ ദുരുപയോഗം ചെയ്യും. മാർക്കറ്റിൽ 1 കിലോ മത്സ്യത്തിന് പോലും വില പേശുന്ന സാധാരണക്കാരൻ ഒരിക്കലും മരുന്നിന് വില പേശാറില്ല. പുത്തൻ കമ്പനികൾ നിർമ്മിച്ചു കൊടുക്കുന്ന മരുന്നിന്റെ യഥാർത്ഥ വില അവനറിയില്ല, അവനറിയാൻ ശ്രമിക്കാറില്ല, അവനത് അറിയുകയുമില്ല. നിങ്ങൾ പറയുന്ന പാടെ വിശ്വസിക്കുക, ജീവൻ നിലനിർത്താനുള്ള തത്വപ്പാടി നിങ്ങൾ പറയുന്ന ഏത് ടെസ്റ്റുകൾ ചെയ്യാൻ പറയുന്ന വിലയ്ക്ക് മരുന്നുകൾ വാങ്ങാനും ഇവിടുത്തെ സാധാരണക്കാരൻ എപ്പോഴും നിർബന്ധനാകും. അതിനു പുറമെ ഇത്തരത്തിലുള്ള കളികൾ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാനും ഒരു ഡോക്ടറാണെന്ന് പറയാൻ എനിക്ക് ലക്ഷ്യമില്ല. ഇയാൾ ചെയ്ത ചതിക്ക് നമുക്ക് ലീഗലായി അപ്ലൈ ചെയ്തൂടെ? വഞ്ചനാകുറ്റത്തിന് പണം തട്ടിപ്പിനും എതിരായിട്ട്. അതിന് ഞാനൊരു ഡോക്ടറാണ്, അഡ്വക്കേറ്റ് അല്ലല്ലോ. ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നേക്കാൾ സാമർത്ഥ്യം കുട്ടിക്ക്. കുട്ടി ഈശ്വരൻ ഞാനോ നമ്പ്യാരെ എന്താ വരുന്നത് പറഞ്ഞോളൂ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു. അത് നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യമാണല്ലോ. കുണ്ടന്നൂർ എത്തിയുടെ വിവരം പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് കയ്യും കാര്യം ഒഴിച്ചിട്ട് വേണോ അത് കൂമ്പ് കലക്കിട്ട് വേണം എന്റെ കാര്യം മാത്രം സംശയമുള്ളൂ. പ്ലീസ് എന്നെ പോലീസിൽ എത്തിച്ചോളൂ. പക്ഷെ ഉപദ്രവിക്കണം. അങ്ങനെ പോയിക്കോട്ടെ കുട്ടി, ഒരു കരുതിയല്ലോ അസുഖമൊന്നുമില്ല. എന്തായാലും എന്നെ പറ്റുന്ന കാശും ഇയാളുടെ കുട്ടികൾക്ക് എഴുതാൻ പോയിക്കോട്ടെ. ആവാം. എല്ലാവരും സഹായിക്കണം നമ്പ്യാര്. ഇപ്പൊ തന്നെ സഹായിച്ചു. കുണ്ടന്നൂർ എത്തിയെ സംഗീതപ്രിയ മാത്രമല്ല തന്നെ വന്ന് കണ്ടോളും. ട്രീറ്റ്മെന്റിന് ഇറങ്ങി പോണം. ഇനി വിനയ നമ്പ്യാരുടെ അടുത്ത പരിപാടി എന്തായാലും എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നെല്ലിക്കയെ പറമ്പിൽ കഠിനമായി അധ്വാനിച്ച് നല്ല അന്തസ്സായി ജീവിക്കും. അതെ അങ്ങനത്തെ ഫീസിന്റെ കാര്യം. ഫീസ് എത്രയെന്ന് വെച്ചാ ഫീസ് എത്രയാലും കൊള്ളാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ആദ്യമായി കിട്ടണത് വിനയ നമ്പ്യാരുടെ ആ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടല്ലോ, പാവാടപ്രായത്തിൽ. അറിയാം ഇവിടെ എല്ലാം പിന്നെ എന്തിനാ എന്റെ കലാതർത്തി ഇന്നെന്നെ കാത്തിരിക്കും. നമ്പ്യാരെ ഇന്നെങ്കിലും പ്രാർത്ഥിച്ചോ വെള്ളി വിടാതെ പാട്ട് പാടാൻ. ഈ പിയാനോ അല്ലേ വേണ്ടത്? അത് പിയാനോ അല്ലേ ഏട്ടത്തി? പെട്ടി, ഹാർമോണിയം പെട്ടി. എന്ത് പണ്ടാരമായും വേണ്ടില്ല, എന്തിനും സംഗീതമാണ് വേണ്ടതറിയാം. അതിൽ നിറയുന്നത് സ്നേഹമാണ്.